നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തിരുവാതിര നക്ഷത്രക്കാരുടെ 2025 ആഗസ്റ്റ് മാസത്തെ നക്ഷത്രഫലം എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനക്കൂറാണ്. മിഥുനക്കൂറിലാണ് കർമാധിപതിയും നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴ ഇപ്പം സഞ്ചരിക്കുന്നത്. അപ്പം ജന്മരാമം അനേതുക്കം എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണത്തിന് ദൈവാധീനക്കുറവുള്ളൊരു മാസമാണ്. എന്നാലും പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ വ്യാഴത്തോട് ചേർന്നിട്ട് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനുള്ള ഒരു യോഗമുള്ള മാസമാണ്. അതേപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 12ാം ഭാവത്തിലൊക്കെ വ്യാഴം സഞ്ചരിച്ചിരുന്ന സമയമാണ്. അതേപോലെ തന്നെ കണ്ടകശനി ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് കുറച്ച് ദോഷഫലങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ ഈ മാസത്തിൽ കുറേ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടൊരു യോഗം ഈ മാസത്തിലുണ്ട്. അതായത് ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുക, സാമ്പത്തിക വർധനവിന് യോഗം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാലും കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. ഭാഗ്യദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് നാഗപൂജയും ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, നീരാഞ്ജനം മുതലായിട്ടുള്ള വഴിപാട് ചെയ്യണം. നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ഇങ്ങനെയുള്ള ഗുണം പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും 4ാം ഭാവത്തിൽ ചൊവ്വയാണ്. ശത്രു സ്ഥാനാധിപതി 4ലാണ് നിൽക്കുന്നത്. അപ്പം 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അതിർത്തി സംബന്ധമായിട്ട് വഴി സംബന്ധമായിട്ടുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, ചെറിയ കേസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കുറച്ച് ദോഷഫലങ്ങളെയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഭാഗ്യാധിപതിയാണ് ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് ഗുണത്തെ ചെയ്യുന്നത് കാരണം ജോലിയുടെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കേസ്, നിയമപരമായ ചെറിയ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാതിരിക്കാനും കുടുംബത്തിൽ കലഹം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാനാണ് യോഗം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ല, വീട് വിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുള്ള മാസമാണ്. എന്തായാലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെറിയ കാര്യങ്ങളൊക്കെ വാശി പിടിക്കുക, അതിൻ്റെ പേരിൽ പിന്നെ അത് വലിയൊരു ശത്രുതയിലേക്കും ഒക്കെ മാറി അതൊരു കേസും പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവസ്ഥയൊക്കെ വരാതിരിക്കേണ്ട ആ സാഹചര്യങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേ എന്ത് ചെയ്യുക, സംയമനം പാലിക്കണം ജീവിതത്തിൽ എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സമയത്ത് കാണുന്നത്. മറ്റുള്ള രീതിയിൽ ദൈവാധീനമൊക്കെ ഉണ്ട്. ഗുരുശുക്ര യോഗമാണ്. വേഴപ്പഴവിന് പരിഹാരമൊക്കെ ചെയ്യും. നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ മാസം വലിയ ദോഷമില്ലാതെ അനുകൂലമായ ഗുണഫലം അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.